എല്ലാവർക്കും നമസ്കാരം. വെർച്വൽ വൈബ്സ് ദി ലിറ്റിൽ ലാൻറ്റേണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ മാർച്ച് 10 തിങ്കളാഴ്ച വളരെ ഓസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു ദിവസമാണ്. അതായത് നാളെയാണ് നമ്മുടെ ഗുരുവായൂർ ഉത്സവം ആരംഭിക്കുന്നത്. കൊടിയേറ്റം, ആനയോട്ടം മുതലായ ചടങ്ങുകളിലൂടെ നാളെയാണ് നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ ഉത്സവം തുടങ്ങുന്നത്. അതേപോലെ തന്നെ നാളത്തെ വേറെ പ്രത്യേകത എന്ന് പറയുന്നത് നാളെ അമലക്കി ഏകാദശിയാണ്, അല്ലെങ്കിൽ നമ്മളിവിടെ തിരുനാവായ ഏകാദശി എന്ന് പറയും. അതേപോലെ തന്നെ നാളെ വേറൊരു പ്രത്യേക യോഗമുള്ള ദിവസമാണ്. ആസ്ട്രോളജി പ്രകാരം നമ്മുടെ സർവ്വസിദ്ധി യോഗമുള്ള ഒരു ദിവസം കൂടിയാണ് നാളെ എന്ന് പറയുന്നത്. നാളെ മാത്രമല്ല, ഇന്ന് രാത്രി തുടങ്ങി നാളെയുണ്ട്. പിന്നെ അതേപോലെ തന്നെ മാർച്ച് 11 ഈ സർവ്വസിദ്ധി യോഗം വരുന്നുണ്ട്. അപ്പോൾ ഈ എല്ലാം കൂടി വളരെ പ്രധാനപ്പെട്ട, വളരെ എന്താ പറയുക, ഓസ്പീഷ്യസ് ആയിട്ടുള്ളൊരു സമയമാണ് നാളത്തെ ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഏകാദശിയെക്കുറിച്ച് പറയാം. നാളത്തെ ഏകാദശി അമലക്കി ഏകാദശി അല്ലെങ്കിൽ തിരുനാവായ ഏകാദശി എന്ന് കൂടി പറയുന്നുണ്ട്. മാർച്ച് 10 തിങ്കളാഴ്ച. ഏകാദശി തിഥി ആരംഭിക്കുന്നത് ഇന്നാണ്. മാർച്ച് 9 7:45 ആരംഭിക്കുന്നുണ്ട്. ഇന്നാണ് ഏകാദശി തിഥി ആരംഭിക്കുന്നത്. അത് അവസാനിക്കുന്നത് നാളെ മാർച്ച് 10 7:44 അവസാനിക്കുന്നത്. സൂര്യോദയം വരുന്നത് നാളത്തെ ദിവസം ആയതുകൊണ്ടാണ് നാളെ നമ്മൾ ഏകാദശി എടുക്കുന്നത്. ഫാൽഗുന ശുക്ലപക്ഷ ഏകാദശിയാണ് അമലക്കി ഏകാദശി എന്ന് പറയുന്നത്. ഫാൽഗുന മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയെയാണ് അമലക്കി ഏകാദശി എന്ന് വിളിക്കുന്നത്. അത് നമ്മുടെ തിരുനാവായ അമ്പലത്തിലെ വളരെ പ്രധാനപ്പെട്ടുള്ള ഒരു ഏകാദശിയാണ്. അതിനെ നമ്മൾ തിരുനാവായ ഏകാദശി എന്ന് കൂടി വിളിക്കാറുണ്ട്. ഈ ഏകാദശി വരുന്നത് നമ്മുടെ ശിവരാത്രി ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. ഇനി ഹോളി വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഉള്ള ഒരു ഏകാദശിയാണ് അമലക്കി ഏകാദശി എന്ന് പറയുന്നത്. ഇനി പാരണ സമയം എന്ന് പറയുന്നത്, പാരണ എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് ഉപവാസം അവസാനിപ്പിക്കേണ്ടത് എന്നുള്ളതാണ്. ഏകാദശി വ്രതം എടുത്തതിൻ്റെ അടുത്ത ദിവസം സൂര്യോദയത്തിന് ശേഷം ആണ് ഏകാദശി പാരണ ചെയ്യേണ്ടത്. പാരണ സമയം എന്ന് പറയുന്നത് മാർച്ച് 11 രാവിലെ 6:31 AM മുതൽ 8:13 AM വരെയുള്ള സമയമാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ആ സമയത്തിനെ പാരണ സമയമായിട്ട് എടുത്തതെന്ന് നോക്കാം. ദ്വാദശി തിഥിയിൽ പാരണ നടത്തണം എന്നുള്ളത് നിർബന്ധമാണ്. അത് ഏകാദശി എടുത്തവർ ദ്വാദശിയിൽ തന്നെ അത് പാരണ നടക്കണില്ല എന്ന് വെച്ചാൽ അത് വ്രതം കംപ്ലീറ്റ് ആവണില്ല എന്നാണ് അതിൻ്റെ അർത്ഥം പറയുന്നത്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഹരിവാസരം സമയം വരുന്ന സമയത്ത് ഒരിക്കലും പാരണ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുക. ഉപവാസം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഹരിവാസര സമയം അവസാനിച്ചിരിക്കണം എന്നാണ്. അതായത് ഹരിവാസര സമയം അവസാനിക്കുന്നത് വരെ കാത്തിരിക്കണം ഉപവാസം അവസാനിപ്പിക്കാൻ എന്നാണ് പറയുന്നത്. അതായത് ദ്വാദശി തിഥിയുടെ ആദ്യത്തെ 4/1 സമയത്തിനെയാണ് നമ്മൾ ഹരിവാസര സമയം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ രാവിലെ ഉള്ള സമയങ്ങളിലാണ് നോമ്പ് തുറക്കേണ്ടത് എന്നാണ് പറയുക. പാരണ ചെയ്യേണ്ടത് രാവിലെയുള്ള സമയങ്ങളിലാണ്. അഥവാ രാവിലെ നോമ്പ് തുറന്നിട്ടില്ലെങ്കിൽ പിന്നെ അത് ഉച്ചയ്ക്ക് ചെയ്യരുത്. പിന്നെ അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വൈകുന്നേരമാണ്. ഉച്ചയ്ക്ക് ശേഷം മാത്രമേ ആ നോമ്പ് ഉപവാസം അവസാനിപ്പിക്കാൻ പാടുള്ളൂ. ഇനി ഉപവാസം, നമ്മൾ ഏകാദശി ഉപവാസം ചെയ്യുന്നത് എങ്ങനെയാകാം എന്ന് നോക്കിയാൽ അത് ഒരു ഭക്തൻ്റെ ഇച്ഛാശക്തിയും ശാരീരിക ശക്തിയും അനുസരിച്ചിട്ടാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പം നമുക്ക് നിഷ്കർഷിച്ചിട്ടുള്ളത്, നമ്മുടെ ഗ്രന്ഥങ്ങളിൽ നിഷ്കർഷിച്ചിട്ടുള്ളത് ഏകാദശി ഉപവാസം 4 രീതിയിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഒന്നാമത്തേത് എന്ന് പറയുന്നത് ജലാഹാരമാണ്. രണ്ടാമത്തേത് ക്ഷീരഭോജി ഉപവാസമാണ്. പിന്നെ വരുന്നത് ഫലാഹാരിയാണ്. പിന്നെ വരുന്നത് നക്തഭോജിയാണ്. അതിൽ ഈ 4 ഉപവാസ ടൈപ്സാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം ജലാഹാരി എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ വെള്ളം മാത്രം കുടിച്ചുകൊണ്ടുള്ള ഏകാദശി ഉപവാസത്തിനെയാണ് ജലാഹാരി ഉപവാസം എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ക്ഷീരഭോജി ഉപവാസമാണ്. ക്ഷീരഭോജി ഉപവാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ക്ഷീരം എന്ന് പറയുന്നത് പാലും പാലുൽപ്പന്നങ്ങളും പെടും. അതായത് പാലും സസ്യങ്ങളുടെ നീരും, സസ്യങ്ങളുടെ പാല് എന്നുള്ള രീതിയിൽ സസ്യങ്ങളുടെ നീര്, അതായത് ജ്യൂസ് അല്ലേ, അങ്ങനെയാണ് ഏകാദശി ഭക്ഷണം അങ്ങനെ തിരഞ്ഞെടുക്കാം എന്നാണ് പറയുന്നത്. അതാണ് ക്ഷീരഭോജി ഉപവാസം എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ഫലാഹാരിയാണ്. അതായത് പഴങ്ങൾ മാത്രം ഉപയോഗിച്ചുള്ള ഏകാദശി ഉപവാസത്തിനെയാണ് ഫലാഹാരി ഉപവാസം എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് നക്തഭോജി ഉപവാസമാണ്. നക്തഭോജി ഉപവാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യാസ്തമയത്തിന് തൊട്ടു മുമ്പ് ഒരു ദിവസം ഒരു നേരം ഭക്ഷണം കഴിക്കുക, അതായത് ഒരിക്കലൂണ് കഴിക്കുക. എന്നിട്ട് ഏകാദശി ഉപവാസത്തിൻ്റെ സമയത്ത് നമ്മൾ ഈ തമോ ഗുണമുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയില്ലേ, പയറുവർഗ്ഗങ്ങൾ, പിന്നെ അതേപോലെ ധാന്യ ഭക്ഷണങ്ങൾ, ഗോതമ്പ്, അരി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ധാന്യങ്ങളും തമോ ഗുണമുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. അങ്ങനെ ഒഴിവാക്കിയിട്ടുള്ള ഉപവാസത്തിനെയാണ് നമ്മൾ നക്തഭോജി ഉപവാസം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ 4 രീതിയിൽ ഏതെങ്കിലും ഒരു രീതി നമ്മുടെ ഇച്ഛാശക്തിക്കും നമ്മുടെ ശാരീരിക ശക്തിക്കും അനുസരിച്ചിട്ട് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് പറയുന്നത്. അതേപോലെ ഈ നക്തഭോജി ഉപവാസം എടുക്കുന്നവർ, നമ്മൾ സാധാരണ ഇടയ്ക്ക് സാബുദാന കഴിക്കാം എന്നും പറയാറുണ്ട്. പക്ഷേ നല്ലത് ഒഴിവാക്കുന്നത് തന്നെയാണ്. മില്ലറ്റ്സ് കഴിക്കുന്നവരുണ്ട്. മില്ലറ്റ്സ്, ഗോതമ്പിൻ്റെ അരി ഒഴിവാക്കിയിട്ട് ഗോതമ്പ് കഴിക്കുന്നവരുണ്ട്. അത് എന്ന് വെച്ചാൽ അത് ഒഴിവാക്കുന്നതാണ് നല്ലത് എന്ന് തന്നെയാണ് പറയുന്നത്. ധാന്യങ്ങളെല്ലാം ഒഴിവാക്കുക എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ അതിന് പകരം നമുക്ക് കിഴങ്ങ് വർഗ്ഗങ്ങളിൽ ഇപ്പോൾ ഉരുളക്കിഴങ്ങായാലും പിന്നെ നട്ട്സൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നിലക്കടല, അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് കഴിക്കാം. കൽക്കണ്ടം, ശർക്കര, അതൊക്കെ നമുക്ക് കഴിക്കാം. പിന്നെ നമ്മൾ നാളത്തെ മറ്റൊരു പ്രത്യേകത പറഞ്ഞു. അതെന്താണെന്ന് വെച്ചാൽ സർവസിദ്ധി യോഗ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. സർവസിദ്ധി യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ജ്യോതിഷപരമായിട്ട് പറയുകയാണെങ്കിൽ അതൊരു നമ്മുടെ ചന്ദ്രൻ ഒരു ചില നാളുകളിലൂടെ, ചില ദിവസങ്ങൾ, ഇന്ന ദിവസം ഇന്ന നാളുകളിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ അങ്ങനെ വരുന്ന ഒരു യോഗത്തിനെയാണ് സർവസിദ്ധി യോഗം എന്ന് പറയുക. അപ്പോൾ ഓരോ ദിവസത്തിനനുസരിച്ച് വേറെ വേറെ നാളുകളാണ് വരിക. സർവസിദ്ധി യോഗം എപ്പോഴാണെന്ന് പറയാം. സർവസിദ്ധി യോഗ സമയം ഇന്നത്തെ ദിവസം, അതായത് സൺഡേ, ഞായറാഴ്ച രാത്രി 11:55 PM മുതൽ നാളെ 6:32 AM വരെ ഒരു സർവസിദ്ധി യോഗമുണ്ട്. അത് കഴിഞ്ഞാൽ മാർച്ച് 10 നാളെ 6:32 AM മുതൽ 12:51 AM വരെ ഒരു സർവസിദ്ധി യോഗമുണ്ട്. അതായത് ഇന്ന് രാത്രി തുടങ്ങി നാളെ 12:51 വരെ നമുക്ക് തുടർച്ചയായിട്ട് സർവസിദ്ധി യോഗ സമയമാണ് വരുന്നത്. സർവസിദ്ധി യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആ പേരിൽ തന്നെ ഉണ്ട് അല്ലേ. അതെന്താണ്? ഫുൾഫിൽമെൻറ്റ് ഓഫ് ഓൾ ഡിസയേഴ്സ് അല്ലെങ്കിൽ ഓൾ ഗോൾസ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തൊന്ന് മനസ്സിൽ വിചാരിച്ചോ അതിൻ്റെ സക്സസ്സിലേക്ക് കൊണ്ടു ചെല്ലും എന്നുള്ള രീതിയിലാണ് അത് പറയുന്നത്. അല്ലെങ്കിൽ സർവസിദ്ധി യോഗത്തിന് നമ്മൾ യൂണിവേഴ്സൽ സക്സസ് എന്നൊക്കെ പറയാം. ആ രീതിയിലാണ് അതിനെ എടുക്കേണ്ടത്. അതിനെക്കുറിച്ച് നമുക്കൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. അത് ടൈമിങ്ങും നക്ഷത്രങ്ങളും ഒക്കെ പറഞ്ഞിട്ട് വേറൊന്ന് ചെയ്യാം. ഇപ്പോൾ ഇത് നാളത്തെ പ്രത്യേകതകൾ മാത്രം പറഞ്ഞു പോവുകയാണ്. അപ്പം നാളെ എന്ന് പറയുന്നത് ഒന്നാമത്തത് ഏകാദശിയാണ്, അമലക്കി ഏകാദശി അല്ലെങ്കിൽ തിരുനാവായ ഏകാദശിയാണ്. പിന്നെ വരുന്നത് നാളെ സർവസിദ്ധി യോഗമുള്ള ഒരു ദിവസമാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ ഉത്സവം തുടങ്ങുകയാണ് നാളെയാണ്. നാളെ പകൽ 3 മണിക്കാണ് ആനയോട്ടം തുടങ്ങുക. ആനയോട്ടത്തിൽ 10 ആനകൾ പങ്കെടുക്കുന്നുണ്ട്. പക്ഷെ 3 ആനകളാണ് ഓടാനുണ്ടാവുക. എന്നിട്ട് അതിൽ ജയിക്കുന്ന ഒരാൾ അല്ലേ, ആ ജയിക്കുന്ന ഒരാളാണ് ഭഗവാന്റെ തിടമ്പ് എഴുന്നള്ളിക്കാനുള്ള ആ മഹാഭാഗ്യം വരാൻ പോകുന്നത്. പിന്നെ രാത്രി 8:30-ക്ക് ശേഷമാണ് കൊടിയേറ്റം വരുന്നത്. നാളെ തന്നെയാണ്. നാളെ രാത്രി 8:30-ക്ക് ശേഷമാണ് കൊടിയേറ്റം വരിക. അങ്ങനെ നാളെ തുടങ്ങി 10 ദിവസം ഭഗവാന്റെ ഉത്സവം തുടങ്ങാൻ പോവുകയാണ്. അതൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അതേപോലെ നമ്മുടെ ശ്രീവത്സം അനക്സ് മന്ദിരത്തിൽ കൃഷ്ണഗീതി ഹാളിൽ നമുക്ക് ചമയ പ്രദർശനം കാണാൻ പറ്റും. ചമയ പ്രദർശനം രാവിലെ 10 മുതൽ 5 മണി വരെയാണ് ഉണ്ടാവുക.
ഇത്രയാണ് നാളത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം നാളത്തെ ഏകാദശി വ്രതം എടുക്കൂ. അമ്പലത്തിൽ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പോകാൻ പറ്റാത്തവർക്ക് വ്രതം എടുത്തിട്ട് ഭഗവാനെ മനസ്സിൽ കണ്ട് നന്നായിട്ട് തൊഴുതോളൂ. ഈശ്വരൻ എന്തായാലും കൂടെ ഉണ്ടാവും. ഗുരുവായൂരപ്പൻ എപ്പോഴും കൂടെ ഉണ്ടാവും. ഇനി നമുക്ക് ഇത്രയും ഒരു നല്ല സമയത്ത് സർവസിദ്ധി യോഗമുള്ള ഭഗവാന്റെ ഉത്സവം തുടങ്ങുന്ന ദിവസത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, ഭഗവാൻ എന്നും നമ്മുടെ കൂടെ ഉണ്ടാവാൻ വേണ്ടിയിട്ട്, നമ്മുടെ ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ സങ്കടങ്ങൾ മാറ്റിത്തരാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വഴിപാടിനെ കുറിച്ചാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തെ വഴിപാട് എന്ന് പറയുന്നത് അമ്ലദീപമാണ്. അമ്ലദീപം, അമ്ലകി ദീപം, ഉയിർ ദീപം എന്നൊക്കെ പറയുന്നതാണ്. അതെന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നെല്ലിക്കയുണ്ടല്ലോ, നെല്ലിക്കയുടെ മുകൾ ഭാഗം നമ്മളൊരു ഷാർപ്പ് കത്തിയോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഒരു തിരി വയ്ക്കാനുള്ള ഒരു ഏരിയ ഉണ്ടാക്കണം. എന്നിട്ട് അതിനകത്ത് നമ്മൾ നെയ്യ് തിരി വെച്ചിട്ട് നെയ്ക്കിഴി കെട്ടിയിട്ട് ആ കിഴി ആ ഉണ്ടാക്കിയിട്ടുള്ള ഭാഗത്ത് ഇറക്കി വയ്ക്കുക. എന്നിട്ട് വീണ്ടും തിരിയിൽ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നെയ്ദീപം ആയിട്ട്, അതായത് നെല്ലിക്കയിൽ നെയ്ദീപം കൊളുത്തുക. അതിനെയാണ് അമ്ലാദീപം അല്ലെങ്കിൽ അമ്ലക്കി ദീപം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് 2 നെല്ലിക്കയാണ്. 2 നെല്ലിക്ക, അതായത് ഒന്ന് മഹാവിഷ്ണുവിനെയും ഒന്ന് ദേവി ലക്ഷ്മി ദേവിയെയും മനസ്സിൽ വിചാരിച്ചിട്ട് 2 ദീപമാണ് നമ്മൾ കൊളുത്തേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 നെല്ലിക്ക കരുതി വയ്ക്കുക. എന്നിട്ട് ആ 2 നെല്ലിക്ക മഞ്ഞൾ വെള്ളത്തിലിട്ട് ഒന്ന് ശുദ്ധി ചെയ്ത് എടുത്ത് സൂക്ഷിച്ചു വയ്ക്കുക. എന്നിട്ട് നാളെ രാവിലെ സർവസിദ്ധി യോഗവും ഏകാദശി, അമ്ലക്കി ഏകാദശി കഴിയുന്നതിന് മുമ്പ് ഈ വഴിപാട് ചെയ്യണം. അതായത് 7:44 ഏകാദശി തിഥി കഴിയും. അപ്പം അതിന് മുമ്പായിട്ട് നമ്മൾ ഈ നെല്ലിക്ക ദീപം കൊളുത്തണം എന്നാണ് പറയുക. അപ്പോൾ ബ്രഹ്മമുഹൂർത്തം മുതൽ നമുക്ക് 7:44 വരെയുള്ള സമയത്തിനുള്ളിലാണ് ഈ നെല്ലിക്ക ദീപം കൊളുത്തി വയ്ക്കേണ്ടത്. അപ്പോൾ മഞ്ഞൾ വെള്ളത്തിലിട്ട് ശുദ്ധി ചെയ്തിട്ടുള്ള ആ 2 നെല്ലിക്ക നമ്മൾ മുകളിൽ നൈഫ് വെച്ചിട്ട് അല്ലെങ്കിൽ കത്തി വെച്ചിട്ട് ഒരു ഭാഗം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഭാഗത്ത് നെയ്യൊഴിച്ച് തിരി വെച്ച് നെയ്ക്കിഴി വെച്ച് പിന്നെ വീണ്ടും നെയ്യൊഴിച്ച് നമുക്ക് ദീപം കൊളുത്താം. ആ 2 ദീപം, ഒന്ന് ഭഗവാനും ഒന്ന് ഭഗവാൻ മഹാവിഷ്ണുവിനും, രണ്ടാമത്തേത് ലക്ഷ്മി ദേവിക്കും എന്നുള്ള രീതിയിൽ പ്രാർത്ഥിക്കുക. എന്നിട്ട് അതവിടെ വയ്ക്കുക. നമ്മുടെ ആഗ്രഹം പ്രാർത്ഥിച്ചതിന് ശേഷം, അല്ലെങ്കിൽ നമുക്ക് ഫുൾ പ്രൊട്ടക്ഷൻ ഭഗവാൻ എന്നും കൂടെ ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം അതവിടെ വയ്ക്കുക. പൂജാപീഠം വൃത്തിയാക്കിയിട്ട് അവിടെയാണ് തിരി കൊളുത്തി വയ്ക്കേണ്ടത്. എന്നിട്ട് ആ തിരി അണഞ്ഞതിന് ശേഷം ഭാഗികമായി ഉപവാസം എടുക്കുന്നവർക്ക് അത് പ്രസാദമായിട്ട് സ്വീകരിച്ച് കഴിക്കാൻ പറ്റും. അല്ല, പൂർണ്ണ ഉപവാസം എടുക്കുന്നവർക്ക് അടുത്ത ദിവസം പാരണ ടൈമിൽ അത് പ്രസാദമായിട്ട് കഴിക്കാൻ പറ്റും. അതാണ് നെല്ലിക്ക ദീപം എന്ന് പറയുന്നത്. നെല്ലിക്ക ദീപത്തിൻ്റെ ഇമ്പോർട്ടൻസ് എല്ലാ ഗ്രഹദോഷങ്ങളിൽ നിന്നും, രാഹു കേതു പോലെയുള്ള എല്ലാ ഗ്രഹദോഷങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിനും, പിന്നെ ഭഗവാന്റെ ഒരു പ്രൊട്ടക്ഷൻ അല്ലേ, ഒരു പോസിറ്റീവ് എനർജി എന്നും നമ്മുടെ കൂടെ ഉണ്ടാവുന്നതിന്, അതായത് എല്ലാ നെഗറ്റീവ് എനർജികളിൽ നിന്നും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ലോങ്ങിവിറ്റി ഇമ്മ്യൂണിറ്റി എന്ന് പറയും, അതായത് ആയുസ്സിനും നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുന്നതിനും വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു വഴിപാടാണ് നെല്ലിക്ക ദീപം എന്ന് പറയുന്നത്. നെല്ലിക്ക ദീപം ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല വഴിപാട് തന്നെയാണ്. ചെയ്തു നോക്കൂ, ഫലം ഉറപ്പാണ്. ചെയ്തു നോക്കൂ. ഇനി സർവസിദ്ധി യോഗത്തിൽ അമ്ലകി ഏകാദശിയും ഒരുമിച്ച് വരുന്ന സമയത്ത് ബ്രഹ്മമുഹൂർത്തത്തിൽ ചെയ്യേണ്ട ഒരു വഴിപാടിനെ കുറിച്ചാണ് പറയുന്നത്. അത് നമ്മുടെ ധനപരമായ ഉന്നതിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഗൃഹത്തിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ദോഷം നിലനിൽക്കുന്നുണ്ടെങ്കിൽ വരുന്ന പണമൊക്കെ ചിലവായി പോവുക എന്നുള്ള പോലെയുള്ള ഒരു ദോഷം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവായി പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വഴിപാടാണ് പറയുന്നത്. ബ്രഹ്മമുഹൂർത്തത്തിലാണ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഇന്ന് വൈകുന്നേരം ഒരു നാണയം എടുത്തിട്ട് മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക. അതായത് അത് ശുദ്ധി ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് വയ്ക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് നാളെ രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ചതിന് ശേഷം ബ്രഹ്മമുഹൂർത്തത്തിൽ നമ്മൾ ആ നാണയം ആ മഞ്ഞൾ വെള്ളത്തിൽ നിന്ന് പുറത്തെടുത്തതിന് ശേഷം അത്
ഭഗവാന് വിളക്ക് കൊളുത്തിയതിന് ശേഷം അതിന് മുമ്പിൽ അത് കയ്യിൽ വെച്ചിട്ട് വലത് കയ്യിൽ ഇടത് കൈ കൊണ്ട് അടച്ചു വെച്ചതിന് ശേഷം നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക. നമ്മുടെ എല്ലാവിധ കഷ്ടപ്പാടുകളും മാറ്റിത്തരണേ എന്ന് ഭഗവാനോടും ദേവിയോടും ഒരുമിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ഓം ക്ലീം കൃഷ്ണായ എന്നും ദേവിയുടെ ശ്രീം എന്ന മന്ത്രവും 11 തവണ ചൊല്ലിയതിന് ശേഷം ആ നാണയത്തെ നമ്മൾ എനർജൈസ് ചെയ്തു എന്നാണ്. അതിനുശേഷം അത് ഭഗവാന്റെ മുമ്പിൽ വെച്ച് അതിൽ ചന്ദനവും കുങ്കുമവും മഞ്ഞളും തൊടിയിച്ചതിന് ശേഷം ആ ഒരു നാണയത്തൊട്ട് നമ്മൾ പണം എവിടെയാണോ വെക്കുന്നത് അവിടെ സൂക്ഷിച്ചു വയ്ക്കുക. അതെടുത്ത് യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അത് പ്രത്യേകം ഒന്ന് പൊതിഞ്ഞ് സൂക്ഷിച്ച് വെക്കുന്നത് നല്ലതാവും. പേഴ്സിലാണെങ്കിൽ പേഴ്സിൽ, അല്ലെങ്കിൽ നമ്മൾ പണം ഗൃഹത്തിൽ എവിടെയാണോ പണം വെക്കുന്നത്, ആധാരമൊക്കെ വെക്കുന്ന ഭാഗത്ത് എവിടെയാണെന്ന് വെച്ചാൽ അത് ഭദ്രമായിട്ട് സൂക്ഷിച്ച് വയ്ക്കുക. അടുത്ത അംലകി ഏകാദശി വരുന്ന സമയം വരെ നമ്മളത് സൂക്ഷിച്ച് വെക്കണം എന്നാണ് പറയുക. അത് എടുക്കാൻ പാടില്ല. പിന്നെ അടുത്ത തവണ നമ്മൾ വീണ്ടും എടുത്ത് അതിനെ എനർജൈസ് ചെയ്തിട്ട് അതുപോലെ എടുത്തു വയ്ക്കാൻ പറ്റും. അപ്പോൾ ഇത് ചെയ്ത് നോക്കൂ, നല്ലതാണ്. ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന 2 വഴിപാടുകളാണ് പറഞ്ഞത്. നല്ല ഫലസിദ്ധിയുള്ളതാണ്. ചെയ്ത് നോക്കൂ. അപ്പോൾ നാളത്തെ നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹവും അംലകി ഏകാദശിയുടെ പുണ്യവും സർവസിദ്ധി യോഗത്തിൻ്റെ എല്ലാവിധ നന്മകളും നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.